മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് 3D ജോമെട്രിയുടെ. നമുക്കെല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ഒരു പോർഷനായത്. നമുക്കല്ല, നിങ്ങൾക്ക് അല്ലേ? അപ്പം നമ്മൾ ആ ടോപ്പിക്ക് ഓരോന്നായി കുറച്ച് വീതം പഠിച്ച് പോവുക. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത് പോലെ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയാൽ ശരിയാവുകയില്ല. അപ്പോൾ ഒരു 6 or 7 ചോദ്യങ്ങൾ വീതം എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് പോവുകയാണേ. അപ്പം എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേഗം വായോ. നമുക്കിതിൽ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ മൂന്നും 6 ചോദ്യങ്ങൾ ചെയ്യുന്നു. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ സമയം കളയേണ്ട. അറിയാവുന്നവർ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട, വേഗം പോയി പഠിച്ചോ. ടാറ്റ. അറിയത്തില്ലാത്ത എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടു പഠിക്കുക കേട്ടോ. ഈ ചോദ്യത്തിലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ചോദ്യമേ. നിങ്ങൾ ചോദ്യം ഒന്ന് വായിച്ചേ. എല്ലാ വശങ്ങളും ചായം പൂശിയ ഒരു ചതുരക്കട്ടയെ തുല്യ വലിപ്പമുള്ള ചെറിയ ചതുരക്കട്ടകളായി ഭാഗിച്ചു. ചെറിയ കട്ടയുടെ വശം വലുതിൻ്റെ 4/1 ഒരു വശം മാത്രം ചായം പൂശിയ ചെറിയ കട്ടകളുടെ എണ്ണം എത്ര? അതായത് വലിയ ക്യൂബിനെ ചെറിയ ക്യൂബുകളായി മുറിച്ചാൽ ഒരു വശത്ത് പോലും കളറില്ലാത്ത ക്യൂബുകളുടെ എണ്ണം, ഒരു വശം മാത്രം കളറുള്ള ക്യൂബുകളുടെ എണ്ണം, 2 വശം മാത്രം കളറുള്ള ക്യൂബുകളുടെ എണ്ണം, 3 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം 8 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. യെസ്. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് എന്ത് കാണാനാ? ഒരു വശം മാത്രം ചായം പൂശിയ കട്ടകളുടെ എണ്ണം കിട്ടണം അല്ലേ? ഒരു വശത്ത് മാത്രം ചായം വന്നിട്ടുള്ള കട്ടകളുടെ എണ്ണം. അതിൻ്റെ ഇക്വേഷൻ കാണാനുള്ളത്, അതിൻ്റെ ഉത്തരം കാണാനുള്ള ഇക്വേഷൻ n-2 all square into 6 അല്ലേ മക്കളെ? ഓർക്കുന്നുണ്ടോ? ഒരു വശത്ത് മാത്രം കളറുള്ള ചെറിയ ക്യൂബുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ n-2 all square into 6 ആണ്. ഇനി എങ്ങനെയാണ് ഈ n കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു n കണ്ടുപിടിക്കാൻ വലുതിൻ്റെ ഒരു വശം ഡിവൈഡഡ് ബൈ ചെറുതിൻ്റെ ഒരു വശം ചെയ്താൽ മതി. ശരിയാണോ? അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് വലുതിൻ്റെ 4/1 ചെറുതിൻ്റെ വശം എന്ന് പറഞ്ഞാൽ വലുതിൻ്റെ വശം ബൈ ചെറുതിൻ്റെ വശം ചെയ്യുമ്പോൾ നമുക്ക് 4 അല്ലേ കിട്ടത്തുള്ളൂ. വലുതിൻ്റെ 4/1 ചെറുതിൻ്റെ ഒരു സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ, വലുതിൻ്റെ വശം 16 ആണെങ്കിൽ ചെറുതിൻ്റെ വശം 4 ആണെന്ന് അർത്ഥം. വലുതിൻ്റെ വശം 12 ആണെങ്കിൽ ചെറുതിൻ്റെ ഒരു വശം 3 ആണെന്ന് അർത്ഥം. കാരണം വലുതിൻ്റെ ഒരു വശം എത്രയാണോ അതിൻ്റെ ബൈ 4, 4/1 ചെറുതിൻ്റെ വശം. അപ്പോൾ വലുതിൻ്റെ വശം ബൈ ചെറുതിൻ്റെ ഒരു വശം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് 4 കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കേസിൽ എന്നിൻ്റെ വില 4. അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ 2 വരും. 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 6, 6 ഇൻറ്റു 4 24 എന്നാണ് കുഞ്ഞുങ്ങളെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്ന. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയട്ടെ. ഇത്തരം ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചുകൂടെ സമയം എടുത്ത് പറഞ്ഞു. ഒരു വശത്ത് മാത്രം കളറുള്ള ക്യൂബുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ n-2 all square into 6 എന്നതാണ്. ഓക്കെ. ഇതിൽ n എന്ന് പറഞ്ഞാൽ വലുതിൻ്റെ ഒരു വശം ബൈ ചെറുതിൻ്റെ വശമാണ്. വലുതിൻ്റെ 4/1 ചെറുതിൻ്റെ വശം എന്ന് പറഞ്ഞാൽ വലുതിൻ്റെ വശം ബൈ ചെറുതിൻ്റെ വശം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഉത്തരം കിട്ടത്തുള്ളൂ. ഉദാഹരണത്തിന് വലുതിൻ്റെ വശം 16 ആണെങ്കിൽ ചെറുതിൻ്റെ വശം 4 ആയിരിക്കും. അപ്പോൾ 16/4 ചെയ്യുമ്പോൾ 4 അല്ലേ കിട്ടുന്നേ. വലുതിൻ്റെ വശം 12 ആണെങ്കിൽ ചെറുതിൻ്റെ വശം 3 ആയിരിക്കും. കാരണം വലുതിൻ്റെ 4/1. അപ്പം 12/3 ചെയ്യുമ്പോൾ 4 അല്ലേ കിട്ടുന്നേ. അപ്പോൾ എപ്പോഴും n ഇവിടെ 4 കിട്ടത്തുള്ളൂ. n 4 ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 24 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം പിടിച്ചോ. 64 ചെറിയ ക്യൂബുകൾ അടുക്കി വെച്ച് ഒരു വലിയ ക്യൂബ് ഉണ്ടാക്കി. ശരി. വലിയ ക്യൂബിൻ്റെ 6 വശവും പെയിൻറ് ചെയ്തു. എങ്കിൽ ഒട്ടും പെയിൻറ് ഇല്ലാത്ത ചെറിയ ക്യൂബുകളുടെ എണ്ണം. ഒരു വശത്ത് പോലും പെയിൻ്റ് ഇല്ലാത്ത ചെറിയ ക്യൂബുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ n-2 all ക്യൂബ് എന്നതല്ലേ ചേട്ടാ? n-2 all ക്യൂബ്. ഓക്കെ. ഇവിടെ n എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n കണ്ടുപിടിക്കാൻ 2 മാർഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന്, വലിയ ക്യൂബിൻ്റെ വശം ബൈ ചെറിയ ക്യൂബിൻ്റെ വശം ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ ക്യൂബുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. ഇവിടെ ചെറിയ ക്യൂബുകളുടെ എണ്ണം ഉണ്ട് 64. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് ചെറിയ ക്യൂബുകളുടെ എണ്ണമാണ്. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ n ഇവിടെ 4 ആണ്. n-2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ ക്യൂബാണ് ഉത്തരം. ആൻസർ 8, 8, 8, 8, 8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. ക്യൂബ് ആകൃതിയിലുള്ള ഒരു ടാങ്ക്, അതായത് ഒരു സമചതുരക്കട്ടയുടെ കാര്യം. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ടയാണല്ലോ അല്ലേ? ക്യൂബ് ആകൃതിയിലുള്ള ഒരു ടാങ്കിൽ 50 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ
വശത്തിൻ്റെ നീളം ഇരട്ടിയുള്ള ക്യൂബ് ആകൃതിയുള്ള മറ്റൊരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? മക്കളെ മനസ്സിലാക്കിക്കോണം, നോട്ട് എഴുതിക്കോണം. ഒരു ക്യൂബിൻ്റെ വശം, ഒരു ക്യൂബിൻ്റെ നോട്ടാണേ, ഒരു ക്യൂബിൻ്റെ വശം എക്സ് മടങ്ങാക്കിയാൽ, ഒരു ക്യൂബിൻ്റെ വശം എക്സ് മടങ്ങാക്കിയാൽ, ഓക്കെ, മടങ്ങാക്കിയാൽ, ഒരു ക്യൂബിൻ്റെ വശം എക്സ് മടങ്ങാക്കിയാൽ അതിൻ്റെ വിസ്തീർണം എക്സ് സ്ക്വയർ മടങ്ങായി മാറും. അതിൻ്റെ വ്യാപ്തം വോളിയം എക്സ് ക്യൂബ് മടങ്ങായി മാറും. അപ്പം എന്താ നമ്മുടെ നോട്ട്? ഒരു ക്യൂബിൻ്റെ ഒരു വശം എക്സ് മടങ്ങാക്കിയാൽ, അത് ചിലപ്പോൾ 2 മടങ്ങാവാം, ചിലപ്പോൾ 3 മടങ്ങാവാം, ചിലപ്പോൾ 4 മടങ്ങാകാം. ഒരു ക്യൂബിൻ്റെ ഒരു വശം എക്സ് മടങ്ങാക്കിയാൽ അതിൻ്റെ വിസ്തീർണം എക്സ് സ്ക്വയർ മടങ്ങാകും. അതിൻ്റെ വ്യാപ്തം ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ എക്സ് ക്യൂബ് മടങ്ങാകും. ഇപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് മക്കളെ, വശം എന്ന് പറയുന്നത് 2 മടങ്ങാക്കി എന്നല്ലേ പറഞ്ഞേക്കുന്നേ? വശം എന്ന് പറയുന്നത് 2 മടങ്ങാക്കി എന്നാണ് പറയുന്നത്. വശം 2 മടങ്ങാക്കിയാൽ നമുക്കറിയാം അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബ്, അതായത് 8 മടങ്ങായിട്ട് മാറും. 8 മടങ്ങായി മാറും എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ 8 ഇരട്ടിയാകുന്ന അർത്ഥം. ശരിയാണോ? ആദ്യം ഉള്ള വ്യാപ്തം 50 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ എത്രയാകുമെന്ന് ചോദിച്ചാൽ 50 ലിറ്ററിൻ്റെ 8 ഇരട്ടിയായി മാറും. 50 × 8 400 ലിറ്റർ ആയിട്ട് മാറും ഇപ്പോൾ വ്യാപ്തം. കാരണം വശം 2 മടങ്ങാക്കിയാൽ വ്യാപ്തം 8 മടങ്ങായിട്ട് മാറും. അപ്പം 50 ലിറ്റർ ഉണ്ടായിരുന്ന വ്യാപ്തം 8 ഇരട്ടിയായി മാറും എന്ന് പറഞ്ഞാൽ 50 × 8 400 ലിറ്റർ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ. √3 മീറ്റർ വീതം വശങ്ങളുള്ള ഒരു ചതുരപ്പെട്ടിയിൽ, ഓക്കെ, അപ്പോൾ അത് ചതുരപ്പെട്ടിയല്ല, സമചതുരപ്പെട്ടിയാണ്. കാരണം ഒരു വശത്തിൻ്റെ നീളമല്ലേ തന്നേക്കുന്നത്. √3 വശമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമാണെന്ന് അർത്ഥം. അപ്പോൾ √3 മീറ്റർ വശമുള്ള ഒരു സമചതുരപ്പെട്ടിയിൽ വയ്ക്കാവുന്ന ഏറ്റവും വലിയ ദണ്ടിൻ്റെ നീളം. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ വികർണത്തിൻ്റെ നീളമല്ലേ മക്കളെ കാണണ്ടേ? വികർണത്തിൻ്റെ നീളം കാണാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു ക്യൂബിൻ്റെ വികർണത്തിൻ്റെ നീളത്തിൻ്റെ ഇക്വേഷൻ √3 × a അല്ലേ? ഒരു സമചതുര പെട്ടിയുടെ വികർണത്തിൻ്റെ നീളം √3a ആണ്. ഓക്കെ, അപ്പം √3 × a എന്ന് പറഞ്ഞാൽ √3 തന്നെയാണ്. √3 × √3 നമ്മുടെ ഉത്തരം 3 എന്ന് കിട്ടും. ഉത്തരം 3 മീറ്റർ എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം എന്നൊക്കെ ചോദിച്ചാൽ വികർണമാണ്. ഇത് സമചതുര കട്ടയാണ്, ക്യൂബാണ്. അതെങ്ങനെ ക്യൂബാണെന്ന് മനസ്സിലായി? ഇവിടെ ചതുരപ്പെട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പം നിങ്ങൾ അങ്ങനെ ചോദിക്കും, മക്കളെ √3 മീറ്റർ വശമുള്ള എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പോൾ വശങ്ങൾക്കെല്ലാം തുല്യ നീളമാണെന്നല്ലേ അർത്ഥം. വശങ്ങൾക്കെല്ലാം തുല്യ നീളമാണെങ്കിൽ അതൊരു സമചതുര കട്ടയാണ്. ഓക്കെ, അതിൻ്റെ വികരണത്തിന് നീളം കാണാനുള്ള ഇക്വേഷൻ √3 × a ആണ്. നേരത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി, അടുത്തത് √2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുര കട്ടയുടെ ഉപരിതല പരപ്പളവ്. ഓക്കെ, ഒരു സമചതുര കട്ട വരയ്ക്കാം അല്ലേ? നമ്മുടെ ക്യൂബാണ് ഈ സമചതുര കട്ട എന്ന് പറയുന്നത്. അതിൻ്റെ വശം √2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉപരിതല പരപ്പളവ്, സോ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്, ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ 6a² ആണ്. ഓക്കെ, അപ്പോൾ 6 × a² എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയറാണ്, ആണോ? സോ 6 × √2ൻ്റെ സ്ക്വയർ 2 ആണ്. 6 × 2 12 എന്നാണ് ഉത്തരം കിട്ടുന്നത്. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കാരണം വശം സെൻറ്റിമീറ്ററിൽ തന്നാൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത്. വശം സെൻറ്റിമീറ്ററിലാണ് തരുന്നെങ്കിൽ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. വശങ്ങൾ മീറ്ററിലാണ് തരുന്നെങ്കിൽ ഏരിയ മീറ്റർ സ്ക്വയർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമചതുര കട്ടയുടെ, ഓക്കെ, ഒരു സമചതുര കട്ടയാണ്, ഒരു സമചതുര കട്ടയുടെ, ഓക്കെ, വശം 6.5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ വോളിയം കാണണം, വ്യാപ്തം. ഓക്കെ, വോളിയം വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ a³ അല്ലേ മക്കളെ? ഇവിടെ a എന്ന് പറഞ്ഞാൽ 6.5 അല്ലേ? 6.5ൻ്റെ ക്യൂബ് കാണാനല്ലേ ചോദ്യം. പണി പാളിയില്ലോ. 6.5ൻ്റെ ക്യൂബ് കാണാൻ 6.5 × 6.5 × 6.5 ഗുണിക്കണം. അപ്പം നമുക്ക് കിട്ടുന്നത്
ഇത് 3 കൂടെ ഗുണിക്കുമ്പോൾ ആദ്യം ഇത് 3 കൂടെ ഗുണിക്കാൻ 65 × 65 × 65 ഗുണിക്കുക. എന്നിട്ട് 1, 2, 3 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഗുണിക്കുമ്പോൾ നമുക്ക് 274,625 എന്ന് കിട്ടും. 3 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പം ആൻസർ ഏതാ കിട്ടുന്നത്? ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല, ഗുണിച്ച് നോക്കണം കേട്ടോ. എ ക്യൂബാണ്, എ 6.5 ആണ്. 6.5ൻ്റെ ക്യൂബ് കാണണം. 6.5 × 6.5 × 6.5 കാണും. 65 × 65 × 65 ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ 3 പോയിന്റ് തിരിച്ചിട്ടാൽ മതി. കാരണം ഇവിടെ 3 പോയിന്റ് അല്ലേ ആകെയുള്ളത്. 1, 2, 3 പോയിന്റ്. ഓക്കെ അല്ലേ? ശരി, അപ്പം ഈ 3ാമത്തെ പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. 4ാമത്തെ പാർട്ട് വീഡിയോയിൽ കാണാം. ടാറ്റാ.